വെൽക്കം ടു മെഥഡ്. അപ്പോൾ ഇന്ന് ആസിഡ് ബേസ് തിയറിയെ നോക്കാൻ പോകുന്നത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു സാധനമാണ് ആസിഡ് ബേസ് തിയറി. സോ ബേസിക്കലി ആസിഡ് എന്താണ്, ബേസ് എന്താണ്, സോൾട്ട് എന്താണ് എന്നറിയുക എന്നുള്ളതാണ്. സോ ഫണ്ടമെന്റൽ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു സാധനമാണ് ആസിഡ് ബേസ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ. അതുമാത്രമല്ല പണ്ട് കാലങ്ങളിൽ ഒരുപാട് തിയറീസ് വന്നിരുന്നു, എന്നാൽ എല്ലാ തിയറിയും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഒരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ, പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഉള്ള തിയറീസ് മാത്രമേ അക്സെപ്റ്റബിൾ ആയിരുന്നുള്ളൂ എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം. സോ ഹിസ്റ്ററി പറയുവാണെങ്കിൽ ആസിഡ് ബേസ് എന്ന് പറയുന്ന ഒരു സാധനമൊന്നും പണ്ടില്ലായിരുന്നു. സോ കുറച്ച് ഫിസിക്കലും കെമിക്കൽ പ്രോപ്പർട്ടീസും വെച്ചിട്ട് കുറച്ച് സാധനങ്ങളെ ക്ലാസിഫൈ ചെയ്തിരുന്നു, സബ്സ്റ്റൻസ് എ എന്നും സബ്സ്റ്റൻസ് ബി എന്നും. സോ സബ്സ്റ്റൻസ് എ ആണെങ്കിൽ സോ ടേസ്റ്റ്, പിന്നെ കാർബണായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക, മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് H2 ഉണ്ടാവുക, ലിറ്റ്മസ് പേപ്പർ ബ്ലൂവിനെ പിങ്ക് ആക്കി മാറ്റുക, പിന്നെ സബ്സ്റ്റൻസ് ബിയുമായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും ഫോം ചെയ്യുക, പിന്നെ pH <7 ആവുക, ഇതുപോലുള്ള സാധനങ്ങൾ. സോ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവുക, സബ്സ്റ്റൻസ് ബി ഫാറ്റുമായിട്ട് ഫോം ചെയ്ത് സോപ്പ് ഉണ്ടാക്കുക, മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക, റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആക്കുക, റിയാക്ട് വിത്ത് എ സബ്സ്റ്റൻസ് ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ ഉണ്ടാവുക, ആൻഡ് pH <7. സോ ഒരു ആസിഡും ഒരു ബേസും എങ്ങനെയാണോ റിയാക്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നത് അതുപോലെ ആയിരുന്നു ഈ സബ്സ്റ്റൻസ് എയും ബിയും ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാം, കേൾക്കുമ്പോഴേ അറിയാം ഏതാ ആസിഡ് ഏതാ ബേസ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയുണ്ടാവും. സോ 70 അരാനീസ് ആണ് ആദ്യമായിട്ട് ഈ സബ്സ്റ്റൻസിനെ കാറ്റഗറൈസ് ചെയ്ത് എയും ബിയുമായിട്ട് കാറ്റഗറൈസ് ചെയ്ത് ഓൺ ദിയർ ബിഹേവിയർ ഇൻ വാട്ടർ, വെള്ളത്തിൽ അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ സബ്സ്റ്റൻസ് എയും ബിയും അവർ മാറ്റിയത് കേട്ടോ. സോ അരീനീസ് സജസ്റ്റ് ചെയ്ത് ആസിഡ് ആണെങ്കിൽ സബ്സ്റ്റൻസ് ദാറ്റ് അയോണൈസ് ഇൻ വാട്ടർ ടു പ്രൊഡ്യൂസ് H+ അയോൺ, H+ അയോൺസ് ആയിരിക്കും ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുക. ബേസ് ആണെങ്കിൽ OH- അയോൺ ആയിരിക്കും വാട്ടറുമായിട്ട് എന്ത് ചെയ്യുന്നു സബ്സ്റ്റൻസ് ബേസ് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് അയോണൈസ് ഇൻ വാട്ടർ, വെള്ളത്തിൽ അയോണൈസ് ആവുകയും ആൻഡ് പ്രൊഡ്യൂസ് OH- അയോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് രണ്ട് തിയറീസ് ആയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. സോ ഇനിയാണ് നമ്മൾ ഓരോ തിയറി ആയിട്ട് പോകുന്നത്. അരീനസ് തിയറിയാണ് പ്രൊപ്പോസ്ഡ് ബൈ Sanjay Arrhenius in 1887 ആണ്. So define acid as substance that produce H+ ion and base as substance that produce OH- ion when dissolved in water. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്, വെള്ളവുമായി ഡിസോൾവ് ചെയ്യുമ്പോൾ ആസിഡ് H+ഉം ആൻഡ് OH- ബേസും ആയിരിക്കും വരിക. ആൻഡ് അത് മാത്രമല്ല ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ന്യൂട്രലൈസ് ആവുകയും വെള്ളവും സാൾട്ടും ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. സോ ലിമിറ്റേഷൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ലിമിറ്റേഷൻ ഇൻക്ലൂഡിങ് ഇറ്റ്സ് ആപ്ലിക്കബിലിറ്റി ഓൺലി ടു അക്വ സൊല്യൂഷൻ, അക്വ സൊല്യൂഷനുമായിട്ട് മാത്രമേ ഇത് ആപ്ലിക്കബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇൻസ്റ്റബിലിറ്റി ടു എക്സ്പ്ലെയിൻ സർട്ടൻ ബിഹേവിയർ ഇൻ നോൺ അക്വ സോൾവെന്റ്. സോ നോൺ അക്വ സോൾവെന്റിൽ എന്താണ് പല കാര്യങ്ങളും അതിന്റെ ബിഹേവിയേഴ്സ് ഒന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇത്രയുമാണ് അരേനിയസ് തിയറി പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് ബ്രോൺസ്റ്റൺ ലൗറി തിയറിയാണ്. സോ ജോൺസ് ബ്രോൺസ്റ്റണും തോമസ് ലൗറിയും 1923 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഇവിടെ ആസിഡ് പ്രോട്ടോൺ ഡോണറും ബേസ് പ്രോട്ടോൺ അക്സെപ്റ്ററും ആണെന്നാണ് പറഞ്ഞത്. എന്താണ് ആസിഡ് പ്രോട്ടോൺ ഡോണറും ബേസ് പ്രോട്ടോൺ അക്സെപ്റ്റർ എന്നാണ് പറഞ്ഞത്. സോ ഇൻട്രൊഡ്യൂസ് ദ concept of conjugate acid base pair and explain equilibrium reaction involving proton transfer. എന്താ പറഞ്ഞേ? Introduce the concept of conjugate acid base pair. So conjugate acid base pairന്റെ കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും and explains equilibrium reaction involving proton transfer. നോർമലി പ്രോട്ടോൺ ട്രാൻസ്ഫറിന്റെ ഇക്വിലിബ്രിയം റിയാക്ഷനും എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതാണ്. അത് മാത്രമല്ല ക്ലാസിഫൈ ആസിഡ് as monoprotic or polyprotic bases on their ability to donate proton and bases as monoprotic or polyprotic bases on their ability to accept proton. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ആസിഡ് തന്നെ മോണോപ്രോട്ടിക് എന്നും പോളിപ്രോട്ടിക് എന്നും എന്ത് ചെയ്തു ക്ലാസിഫൈ ചെയ്തു. എത്രയാണ് പ്രോട്ടോൺസ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ള ശേഷി വെച്ചിട്ട്. ഒന്നും കൂടെ പറയാം, മോണോപ്രോട്ടിക് പോളിപ്രോട്ടിക് എന്നുള്ള രീതിയിൽ ഡൊണേറ്റ് പ്രോട്ടോൺസ് എന്ന എബിലിറ്റി വെച്ചിട്ട് ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മോണോപ്രോട്ടിക് അല്ലെങ്കിൽ പോളിപ്രോട്ടിക് ബേസ് എന്ന രീതിയിൽ പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ബേസസിനെയും ക്ലാസിഫൈ ചെയ്തു. ഫോർമുല HCl+H2O അങ്ങനെ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. സോ പഠിക്കുക, ഈ ഫോർമുല എഴുതി കഴിഞ്ഞാൽ ബ്രോൺസ്റ്റൺ ലോറി തിയറി ലിങ്ക് 5 മാർക്കിന് ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് കിട്ടും.
സോ നെക്സ്റ്റ് വൺ ഇസ് ലൂയിസ് തിയറി ആണ്, പ്രൊപ്പോസ്ഡ് ബൈ ഗിൽബർട്ട് ആൻഡ് ലൂയിസ് ആണ്. സോ ഡിഫൈൻ ആസിഡ് ആസ് ഇലക്ട്രോൺ അക്സെപ്റ്റർ. സോ ഇലക്ട്രോഫൈൽസ് ആണെന്ന് പറയാണ് ചെയ്തത്. ആൻഡ് ബേസസ് ആസ് ഇലക്ട്രോൺ ഡോണർ, ന്യൂക്ലിയോ ഫൈൽസ് എന്നാണ് ലൂയിസ് പറഞ്ഞത്. എന്താണ് ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോഫൈൽസും ബേസ് എന്ന് വെച്ചാൽ ന്യൂക്ലിയോ ഫൈൽസും എന്ന് പറഞ്ഞു. സോ ഓഫർ എ ബ്രോഡ് ഡിഫിനിഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ് ബിയോണ്ട് പ്രോട്ടോൺ ട്രാൻസ്ഫർ ആപ്ലിക്കബിൾ ടു വേരിയസ് കെമിക്കൽ റിയാക്ഷൻ. സോ ഇവിടെ പ്രോട്ടോൺ ട്രാൻസ്ഫറിനേക്കാൾ അധികം കാര്യങ്ങൾ, അധികം ആപ്ലിക്കേഷൻസും കെമിക്കൽ റിയാക്ഷൻസിന്റെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് പ്രോട്ടോൺ ട്രാൻസ്ഫറിനെ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് ഒരുപാട് കെമിക്കൽ ആപ്ലിക്കേഷൻസ് റിയാക്ഷൻസും ഒക്കെ പറഞ്ഞു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ലക്സ് ഫ്ലൂട്ട് തിയറി ആണ്. സോ ആപ്ലിക്കബിൾ ടു ഓക്സൈഡ് സിസ്റ്റം, ഓക്സൈഡ് സിസ്റ്റത്തിലാണ് ആപ്ലിക്കബിൾ ആയിരുന്നത്. ഡിഫൈൻ ബേസസ് ആസ് ഓക്സൈഡ്, ബേസ് ഓക്സൈഡ് അയോൺ ഡോണേഴ്സ് എന്നും ആസിഡ് ഓക്സൈഡ് അയോൺ അക്സെപ്റ്റർ എന്നുമാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ബേസ് ഓക്സൈഡ് അയോൺ ഡോണേഴ്സ് എന്നും ആൻഡ് ആസിഡ് ഓക്സൈഡ് അയോൺ അക്സെപ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞത്. ഡിസ്ക്രൈബ്സ് റിയാക്ഷൻ ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് ഓക്സൈഡ് അയോൺ ബിറ്റ്വീൻ സബ്സ്റ്റൻസ്. അത് മാത്രമല്ല ഈ സബ്സ്റ്റൻസുകൾക്കിടയിൽ ഓക്സൈഡ് അയോൺസിന്റെ ട്രാൻസ്ഫറിന്റെ റിയാക്ഷനെയും കൂടെ അവർ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം പുള്ളിക്കാരൻ ഫുള്ളി ഓക്സൈഡ് സിസ്റ്റം ആണ് ഫോളോ ചെയ്തത്. സോ ബേസ് ആണെങ്കിൽ ഓക്സൈഡ് അയോൺ ഡോണറും ആൻഡ് ആസിഡ് ആണെങ്കിൽ ഓക്സൈഡ് അയോൺ അക്സെപ്റ്റർ എന്നും പറഞ്ഞു. അത് മാത്രമല്ല ഇൻവോൾവ് ഇൻ ട്രാൻസ്ഫർ ഓഫ് ഓക്സൈഡ് അയോൺ ബിറ്റ്വീൻ സബ്സ്റ്റൻസ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഉർവോനിസ് തിയറി ആണ്, പ്രൊപ്പോസ്ഡ് ബൈ റഷ്യൻ കെമിസ്റ്റ് ഉർവോനിഷ് ആണ്. സോ ഡിഫൈൻസ് ആസിഡ് സബ്സ്റ്റൻസ് ദാറ്റ് റിലീസ് cation in reaction with base and base a substance that release anion or accept cation or electron. സോ പുള്ളിക്കാരൻ എന്താ പറഞ്ഞു വെച്ചാൽ ആസിഡ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻ്റ് ആണ്, അവരെന്താ കാറ്റിയോൺ ആണ് റിലീസ് ചെയ്യുക. ആസിഡ് ബേസുമായിട്ട് നിൽക്കുമ്പോൾ കാറ്റിയോൺ റിലീസ് ചെയ്യുന്നു. ആൻഡ് ബേസ് എന്ന് പറയുന്നത് എന്താണ്? റിലീസ് ആനയോണോ അല്ലെങ്കിൽ അക്സെപ്റ്റ് കാറ്റിയോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. എന്താണ്? ഒന്നെങ്കിൽ അവർ ആനയോൺ റിലീസ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ അക്സെപ്റ്റ് കാറ്റോൺ അല്ലെങ്കിൽ അക്സെപ്റ്റ് ഇലക്ട്രോൺസ് എന്നാണ് ആര് പറഞ്ഞത്? ഉർനോവണിഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞോട്ടെ, ഈ പേര് പറയാൻ തന്നെ മെനക്കെടാം. സോ ഇലിസ്ട്രേറ്റ് ആസിഡ് ബേസ് റിയാക്ഷൻ ഇൻവോൾവ് എക്സ്ചേഞ്ച് ഓഫ് അയൺ. സോ അത് മാത്രമല്ല ആസിഡ് ബേസുകൾ ഈ അയോൺ എക്സ്ചേഞ്ച് നടക്കുമല്ലോ, അതും കൂടെ ഇലിസ്ട്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഉർനോവണിഷ് തിയറി കേട്ടോ, മറന്നു പോകണ്ട. സോ സമ്മർ നമ്മളെല്ലാം പറഞ്ഞ സെയിം നമ്മളൊന്ന് എന്താണ് മെയിൻ പോയിന്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എക്സാമിനൊക്കെ ലാസ്റ്റ് കയറുമ്പോഴേ പെട്ടെന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ആ സമ്മർ എടുക്കാം. ആസിഡും ബേസ് ഞാൻ പറഞ്ഞു ഡിസ്റ്റിങ് പ്രോപ്പർട്ടീസ് ആണ്. അയനൈസ് ആണെങ്കിൽ എന്താണ്? അയണൈസേഷൻ അക്വ സൊല്യൂഷൻ ആണ് കൂടുതലും പറഞ്ഞ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. നോൺ അക്വസിൽ അവർക്ക് പറയാൻ പറ്റില്ല. ബ്രോൺസൺ ലവർ തിയറി ആണെങ്കിൽ പ്രോട്ടോൺ ട്രാൻസ്ഫർ ആയിരുന്നു. ലൂയിസ് തിയറി ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയിരുന്നു. അതർ തിയറി ലുക്സ് ഫ്ലൂയിഡും ഉർവോണിസും ഒക്കെ ഓൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ് ആസിഡ് ബേസ്ഡ് ബിഹേവിയർ ആണ് കൂടുതലും പറഞ്ഞത്. സിമ്പിൾ ആണ് കേട്ടോ, ഒന്നുമില്ല, അത്രേ ഉള്ളൂ, അധികമൊന്നുമില്ല. സോ നന്നായിട്ട് വായിക്കുക, റഫറൻസ് വായിക്കുക, ക്ലാസ് കേൾക്കുക, അടിപൊളിയാക്കുക. അപ്പം നെക്സ്റ്റ് ആണ്. ബൈ.